എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന പൊട്ടറ്റോ വെഡ്ജസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് നമുക്ക് സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു മീൽ കഴിക്കുമ്പോൾ അതിൻ്റെ സൈഡായിട്ടോ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. മോസ്റ്റ്ലി നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ഓർഡർ ചെയ്യാറുള്ളതാണ് പൊട്ടറ്റോ വെഡ്ജസ്. അപ്പോൾ ഇന്ന് എൻ്റെ വേർഷനിലുള്ള ഒരു പൊട്ടറ്റോ വെഡ്ജസിൻ്റെ റെസിപ്പി കാണാം. ഞാൻ മഹിമാസിമോൻ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. പൊട്ടറ്റോ വെഡ്ജസ് ഞാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ആദ്യം ഒന്ന് പാർബോയിൽ ചെയ്തിട്ടാണ് പൊട്ടറ്റോ ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. പാർബോയിൽ ചെയ്യാന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്ത ശേഷമാണ് നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം, നന്നായിട്ട് വെള്ളം എടുക്കുക. വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കട്ടെ. തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിടുവാണ്. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. ഇവിടെ ഞാൻ 8 ചെറിയ പൊട്ടറ്റോസ് എടുത്തേക്കുന്നത്. വെയിൽ നോക്കിയാൽ ഏകദേശം 450 ഗ്രാമോളം ഉണ്ട്. സൈസ് ചെറുതായിരുന്നു. അപ്പോൾ ഇതിനെ ഒരു പൊട്ടറ്റോനെ ഒരു 8 ഇതേപോലെ വെഡ്ജസ് ആയിട്ട് കട്ട് ചെയ്തേക്കാണ്. പൊട്ടറ്റോനെ ഈ വെള്ളത്തിലേക്ക് ഇടാം, ബോയിലിംഗ് വാട്ടറിലേക്ക്. അപ്പോൾ കളർ മാറാണ്ടിരിക്കാനായിട്ടാണ് ഞാൻ ഈ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഒന്ന് പാർബോയിൽ ചെയ്തെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റോളം തിളപ്പിക്കുകയായിരുന്നു. പാർബോയിൽഡ് ആയോന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒരു കഷ്ണം ഒടിച്ചു നോക്കുക. ഒടിയുന്നൊരു വരുവായിട്ടുണ്ടെങ്കിൽ പാർബോയിൽഡ് ആയിട്ടുണ്ട്. അതേപോലെ ഒടിക്കാൻ പറ്റി ആയിട്ടുണ്ട്. ഓഫ് ചെയ്യാം. ഇതിനെ ഒന്ന് കൂളാവണം. നമുക്കൊരു ട്രെയിലേക്ക് ഇടാം. ബേക്ക് ചെയ്യാനായിട്ടാണ്. അടുത്തായിട്ട് പൊട്ടറ്റോ വെഡ്ജസ് ഫ്ലേവർ ചെയ്യണം. അപ്പോൾ ഫ്ലേവർ ചെയ്യാൻ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിനകത്തേക്ക് ചേർക്കാനായിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു വേർഷനിൽ ചെയ്യുന്നതാണ്. ഇച്ചിരി സ്പൈസി ആയിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ. കാശ്മീരി ചില്ലിയുടെ ഫ്ലേക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് വലിയ എരിവ് ഉണ്ടാവില്ല, എന്നാലും ആവശ്യത്തിന് എരിവ് ഉണ്ടാവും. പാഴ്സ്ലി, ഡ്രൈഡ് പാഴ്സ്ലി ആണ്, അതൊരു 1/2 ടീസ്പൂൺ. സോൾട്ട് ഇട്ടാണ് നമ്മൾ ബോയിൽ ചെയ്തത്, എന്നാലും ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടാകത്തില്ല. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം. കുറച്ച് വെളുത്തുള്ളി, ഒരു 5 കഷ്ണം വെളുത്തുള്ളി ഉണ്ട്. അത് നന്നായിട്ട് ചതച്ചിട്ടോ അല്ലെങ്കിൽ ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടോ ഇതിനകത്തേക്ക് ചേർക്കാം. ഞാൻ ചതച്ച് ചേർക്കുകയാണ്. നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇതിനകത്തേക്ക് ചേർക്കണം. ഇതിന് പകരം നിൽക്കുകയാണെങ്കിൽ ഗാർലിക് പൗഡർ ചേർക്കാം. ഒരു 3/4 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർത്താലും മതി. ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലും കൂടെ ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ട്രെയിൽ ഡയറക്റ്റും ചെയ്യാം. ക്ലീൻ ചെയ്യാനുള്ള എളുപ്പത്തിൽ ഞാനൊരു പാച്ച്മെൻറ്റ് പേപ്പർ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് ട്രെയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. എപ്പോഴും ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പൊക്കെ കൂടുതൽ വേണമെങ്കിൽ ഉപ്പോ പെപ്പറൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ചില്ലി ഫ്ലേക്സ് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒറിഗാനോയും പാഴ്സ്ലിയാണല്ലോ ചേർത്തത്. പാഴ്സ്ലി തന്നെ ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ, ഒറിഗാനോയുടെ ചേർക്കും. ഇത് കൂടാതെ നമുക്ക് എന്താ കയ്യിൽ ഹെർബ്സ് എല്ലാം വെച്ചാൽ അതൊക്കെ ചേർക്കാം. തൈമ, റോസ്മേറി അങ്ങനത്തെ ഫ്ലേവേഴ്സ് കൊടുക്കാം. കുറച്ച് ഒറിഗാനോയും കൂടെ ആഡ് ചെയ്യുക. അപ്പം നമ്മൾ ട്രെയിലെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പെപ്പർ ഇപ്പോൾ ചേർത്തിട്ടില്ല. പെപ്പർ വേണമെങ്കിൽ എടുത്തു കഴിഞ്ഞിട്ട് ചേർത്താലും മതി വേണമെങ്കിൽ. ഇത് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത അവനിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. 15 മിനിറ്റ് ഒരു സൈഡ്, അതിനുശേഷം ടേൺ ചെയ്തിട്ട് മറ്റേ സൈഡ് 15 മിനിറ്റ് ബേക്ക് ചെയ്യുക. ഈ ബേക്കിംഗ് ടൈം ഓരോ അവനിലും വ്യത്യാസമായിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു ബ്രൗണിങ് അല്ലെങ്കിൽ ഒരു ക്രിസ്പ്നെസ്സോ നോക്കിയിട്ട് ബേക്ക് ചെയ്തെടുക്കുക.
പൊട്ടറ്റോ വെജസ് എല്ലാം അവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുത്തു. എനിക്ക് ഏകദേശം ഒരു 30 മിനിറ്റോളം ബേക്ക് ചെയ്യാനായിട്ട് ടൈം എടുത്തു. അപ്പോൾ നല്ല ക്രിസ്പായിട്ടുണ്ട്, അകം സോഫ്റ്റ് ആയിരിക്കും, പുറം നല്ല ക്രിസ്പ് ടെക്സ്ചറും ആയിട്ടുണ്ട്. നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ മയണൈസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. നമ്മുടെ പൊട്ടറ്റോ വെജസ് റെഡിയാണ്. നല്ല ടേസ്റ്റിയാണ്, നല്ല പുറം നല്ല ക്രിസ്പും അകം നല്ല സോഫ്റ്റ് ആയിരിക്കും. എപ്പോഴും ആ ബേക്കിംഗ് ടൈം ഓരോ അവനിലും വ്യത്യാസമുണ്ട്, അത് ചെക്ക് ചെയ്യുക. നമ്മൾ ഇച്ചിരി മുരുമുരാന്നൊരു നല്ല ക്രിസ്പ് ടെക്സ്ചർ വരുമ്പോൾ എടുക്കാവുന്നതാണ്. എൻ്റെ അവനിൽ ഇതൊരു 30 മിനിറ്റ് ടൈമാണ് എടുത്തേക്കുന്നത്. ഈ ഒരു റെസിപ്പി ട്രൈ ഔട്ട് ചെയ്യുക, കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ഇത് നമുക്കൊരു സ്റ്റാർട്ടറായിട്ട് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുമ്പോൾ അതിന് സൈഡായിട്ട് കൊടുക്കാം, ഫിഷ് ഗ്രില്ല് ചെയ്യുമ്പോൾ സൈഡായിട്ട് വെക്കാം. അങ്ങനെ ഒരു സൈഡ് ഡിഷായിട്ട് വേണമെങ്കിലും സെർവ് ചെയ്യാം. ട്രൈ ഔട്ട് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.